നമസ്കാരം. ഞാൻ ലക്ഷ്മി കാണത്ത്. ഓണക്കാലം വരവായി. എല്ലാ ഓണക്കാലത്തും ചില കച്ചവട സ്ഥാപനങ്ങളെങ്കിലും മഹാബലി തമ്പുരാനെ അതിവികൃതമായിട്ട് കുടവയറോടുകൂടി ചിത്രീകരിക്കുന്ന ചിത്രങ്ങൾ നമ്മളെല്ലാവരും കണ്ടു കാണും. ഇത്തവണ അതിന് മാറ്റമുണ്ടാകണം. ഓണ സന്ദേശമായിട്ട് എല്ലാവരും എടുക്കണം എന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ ആരെങ്കിലും ഇതര മതസ്ഥരുടെ ആഘോഷങ്ങളിൽ അവരുടെ മതബിംബങ്ങളെ ഇത്തരത്തിൽ വികൃതമായിട്ട് ആരെങ്കിലും ചിത്രീകരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. കാരണം ഇത് ഹിന്ദുക്കളോട് മാത്രമേ എടുക്കാൻ സാധിക്കൂ. കാരണം ഹിന്ദു പ്രതികരിക്കില്ല, പ്രതിഷേധിക്കില്ല, ബഹിഷ്കരിക്കില്ല എന്ന ഒരു ധാരണ എല്ലാവർക്കുമുണ്ട്. അത് തിരുത്തി കൊടുക്കേണ്ടത് ഹിന്ദുക്കൾ തന്നെയാണ്. നമ്മുടെ ഹൈന്ദവ സംസ്കാരത്തെ ബഹുമാനിക്കുന്നവർക്ക് മാത്രം നമ്മുടെ പിന്തുണ കൊടുക്കുക. ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാണ്. നമ്മളെ ബഹുമാനിക്കാത്തവരെ നമ്മൾ തിരിച്ച് ബഹുമാനിക്കരുത്. പരാതിയല്ല, പരിഹാരമാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് തന്നെ ഈ ഓണക്കാലത്ത് മഹാബലി തമ്പുരാനെ ഇത്തരത്തിൽ വികൃതമായി കുടവയറോടുകൂടി ചിത്രീകരിക്കുന്ന ഏതെങ്കിലും കച്ചവട സ്ഥാപനങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടുകഴിഞ്ഞാൽ അതിന്റെ വിവരങ്ങൾ കണ്ടുപിടിച്ച് പരസ്യമായിട്ട് തന്നെ പോസ്റ്റുകളിട്ട് പ്രതികരിക്കുക, അറിയിക്കേണ്ട ഉത്തരവാദിത്വപ്പെട്ടവരെ അറിയിക്കുക എന്നുള്ളത് ഒരു നിലപാടായിട്ടെടുക്കണം. കാരണം നമുക്ക് ഈ ലോകത്ത് ഹൈന്ദവ സംസ്കാരം നിലനിൽക്കുന്ന ഒരേയൊരു രാജ്യം, ഇന്നും ഹിന്ദു ശക്തമായിട്ട് ജീവിക്കുന്ന ഒരേയൊരു രാജ്യം ഭാരതം മാത്രമാണ്. ഓടാനും പ്രയാണം ചെയ്യാനും നമുക്ക് മറ്റൊരു രാജ്യമില്ല. ഈ ഹൈന്ദവ സംസ്കാരം നിലനിൽക്കേണ്ടത് ഓരോ ഹിന്ദുവിന്റെയും ആവശ്യമാണ്. ഹിന്ദുവിനെ അപമാനിക്കുന്നവർക്ക് ഹിന്ദുവിന്റെ യാതൊരു പിന്തുണയും നമ്മൾ നൽകരുത്. നോ റെസ്പെക്ട്, നോ സപ്പോർട്ട്. അതായിരിക്കണം ഹിന്ദുവിന്റെ നിലപാട്. മഹാബലി തമ്പുരാനെ അപമാനിക്കുന്ന ഒരൊറ്റ കച്ചവട സ്ഥാപനങ്ങൾക്കും ഹിന്ദുവിന്റെ പിന്തുണ നൽകരുത്. അതാവണം നമ്മുടെ ഓണസന്ദേശം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.